അത് വെച്ചിട്ട് 3 പേരുടെ ഡയമെൻഷൻ ഞാൻ പറയുന്നു. അത് വെച്ചിട്ട് ഈ ചാപ്റ്ററിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡയമെൻഷൻസും നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് വേറെ കുറച്ച് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അത് ആ 3 ആദ്യം പഠിച്ചിട്ടുണ്ട്. ആദ്യം തന്നെയുള്ളത് മാസിന്റെ ഡയമെൻഷൻ. ആ ഡയമെൻഷൻ മാസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം. എല്ലാവരും വായിച്ച് മാസ് ഡയമെൻഷൻ എഴുതുമ്പോൾ എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിലൊക്കെ നല്ല വൃത്തിക്ക് എഴുതി വെക്കാം ഡയമെൻഷൻ എഴുതുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളതാണ് ലെങ്ത്തിന്റെ ഡയമെൻഷൻ. എന്താണ്? അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ടൈമിന്റെ ഡയമെൻഷൻ. എന്താണ്? ക്യാപിറ്റൽ ടി. സിമ്പിൾ അല്ലേ? എന്താണ് ക്യാപിറ്റൽ ടി? 3 പേരുടെ ഡയമെൻഷൻ തിയറി. ഇത് കൂടാണ്ട് നിങ്ങൾ ഇനി +2 പോകുമ്പോൾ കുറച്ച് ഡയമെൻഷൻസ് നമ്മളവിടെ കാണും. ആ ഡയമെൻഷൻസിൽ വരുന്നതാണ് ഒന്ന് ടെമ്പറേച്ചറിന്റെ ഡയമെൻഷൻ. ആരുടെ ഡയമെൻഷൻ ആണ്? ടെമ്പറേച്ചറിന്റെ ഡയമെൻഷൻ വരുന്നത് കെൽവിനിലെ ക്യാപിറ്റൽ കെ ആണ്. ടെമ്പറേച്ചർ ഡയമെൻഷൻ എന്ന് പറയുന്നത് കറണ്ടിന്റെ ഡയമെൻഷൻ ഒക്കെ ഉണ്ട്. എല്ലാം കൂടെ പറയാൻ ബോറടിപ്പിക്കുന്നില്ല. അടുത്തതായിട്ട് ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയയുടെ ഇക്വേഷൻ L2. ഉറപ്പിക്കാമോ? എന്താണ് ഏരിയയുടെ ഇക്വേഷൻ? ഏരിയ L2. ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ, ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് L ഇൻടു B അല്ലേ? അല്ലേ? പിന്നെ ആരും വേറൊന്നും പറഞ്ഞില്ല ഇവിടെ. മക്കളെ നോക്കണം. ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L ആണ്. ബ്രെഡ്ത്തിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാലും L ആണ്. മെഷർ ചെയ്യുന്നത് സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുന്ന ലെങ്ത് അല്ലേ ഇത് രണ്ടും? അവിടെ രണ്ടിന്റെയും L ആണ്. L ഇൻടു L എന്ന് പറഞ്ഞാൽ എന്താ പറയുക? L സ്ക്വയർ ആണ് കേട്ടോ. L സ്ക്വയർ L2 എന്നുള്ള L2 എന്ന് പറയുമ്പോൾ താഴെ 2 വരുന്നവ L സ്ക്വയർ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ പറഞ്ഞു എഴുതി കുഴപ്പമൊന്നുമില്ല. പ്രഷർ എഴുതുമ്പോൾ അങ്ങനെ എഴുതി കൊടുത്താൽ മതി. വോളിയത്തിന്റെ ഡയമെൻഷൻ. വോളിയം എന്താണ്? ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ഇൻടു ഹൈറ്റ് ആണ്. വായിച്ചേ. ലെങ്ത്തിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ L ആണ്. ബ്രെഡ്ത്തിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ L ആണ്. ഹൈറ്റിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ L ആണ്. എനിക്ക് എന്താ? വെരി ഗുഡ്. L ക്യൂബ് ബ്രാക്കറ്റിനകത്ത് ഇട്ടോട്ടെ. ശരി. അപ്പൊ 2 ആളുകളുടെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചു. ഈ നമ്മളുടെ ഫിസിക്സിനകത്ത് വേണ്ട ആളുകളുടെ ഡയമെൻഷൻ നമുക്ക് വേണ്ടേ? ആരൊക്കെയാണത്? വെലോസിറ്റി. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വായിച്ചേ. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വായിച്ചേ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലെങ്ത് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലെങ്ത് ആണ്. ടൈം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി അല്ലേ? എടാ ഈ ടി മേലേക്ക് വന്നെങ്കിൽ എന്താണ്? എന്താ വായിക്കേണ്ടത്? ഇതിന് ശേഷം വരുന്നത് സ്പീഡാണ്. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സെയിം ഡയമെൻഷൻ -1. ഞാൻ അതും എഴുതിയിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞ ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇക്വേഷൻ എന്താണ്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി ബൈ ടൈം അല്ലേ? അല്ലാമോ? ആരാത്? വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? L(-1). ടൈമിന്റെ ഡയമെൻഷൻ എന്താണ്? എടാ ഈ ടി നേരത്തെ പോകില്ലേ? L(-2). ഒരാളുടെ കൂടെ പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് അവസാനിക്കാം. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ. ഇത് ഏത് ലോയാ? ന്യൂട്ടന്റെ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടന്റെ സബ്സ്റ്റിറ്റ്യൂട്ട്. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ. വായിച്ചേ. മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം അല്ലേ? ആക്സിലറേഷൻ ഡയമെൻഷൻ എന്താ?
അപ്പൊ എന്താണ് MLT raised to -2. ശരി, ഇതും കൂടെ ഞാൻ എന്ത് ചെയ്യാം, പോർഷനിലേക്ക് ഗ്രൂപ്പിനകത്തേക്ക് ഇടാം. എന്താണ് കേട്ടില്ല? ഇനിയുണ്ട് ഇനി ഇതിന്റെ കൂടെ കുറെ ക്വാണ്ടിറ്റീസ് നമുക്ക് പഠിക്കാൻ പറ്റുക. പക്ഷെ ഒറ്റ മണിക്കൂർ ക്ലാസ് കംപ്ലീറ്റ് കാര്യം ഞാൻ പറഞ്ഞു, ഡൗട്ടുകൾ വരുന്നേ. കാര്യം അത് ആദ്യമായിട്ട് കേൾക്കുന്നത് നമുക്ക് ചിലപ്പോൾ തിരിയാൻ സാധ്യതയുണ്ട്, നമ്മുടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. വിഷമം വിചാരിക്കേണ്ട, നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം ഞാൻ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചത് പഠിക്കണം. പക്ഷെ നോട്ട് കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി